ഹലോ ഡിയേഴ്സ്, നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കണമെന്ന് വിചാരിക്കണം കേട്ടോ. ഞങ്ങളിവിടെ അടിപൊളിയായിട്ട് സുഖമായിട്ടിരിക്കണു. ഞങ്ങൾ ബറോഡയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെയാണ് ആൾ പറഞ്ഞത്. ആദ്യം രാത്രി വിളിച്ച് പറഞ്ഞു നമുക്ക് വൈകുന്നേരം ബറോഡയ്ക്ക് പോകാമെന്ന്, രാവിലെ നേരത്തെ ബറോഡയ്ക്ക് പോകാമെന്ന്, നൈറ്റ് ഷിഫ്റ്റിന് പോയ സമയത്ത്. പിന്നെ ആൾ രാവിലെ പുലർച്ചെ വന്ന് കിടന്നുറങ്ങിയിട്ട് ആൾ പറഞ്ഞു ഇല്ല നമുക്ക് എന്താ പറയുക 4:00 എഴുന്നേക്കാന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങി എഴുന്നേറ്റ സമയത്തുണ്ടല്ലോ ആൾ പറഞ്ഞു പിന്നെ ഒരു 4:30 ആയി 5 മണിക്ക് എണീറ്റിട്ട് പറഞ്ഞു എനിക്ക് വയ്യ, കാലൊക്കെ ഭയങ്കര വേദന എടുക്കണു, നമുക്ക് വേണ്ട, പിന്നെ വേണ്ട, അവരെന്തായാലും വിഷുവിന് ഇങ്ങോട്ട് വരുമല്ലോ, വേണ്ട, വിഷുവിൻ്റെ തലേ ദിവസത്തെ വീഡിയോ ഇട്ടത്, അപ്പോൾ നമുക്ക് അവരിങ്ങോട്ട് വരുമല്ലോ, തലേന്ന് അതായത് തിങ്കളാഴ്ച വിഷു ആയിരുന്നെങ്കിൽ ഇത് ശനിയാഴ്ചത്തെ വീഡിയോ ആണ്. പിന്നെ രാവിലെ 7 മണിക്ക് എഴുന്നേറ്റ് പറഞ്ഞു ഒറ്റക്കാലം നിൽക്കുമായിരുന്നു, പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ വേഗം ഞങ്ങൾ കുളിച്ച് റെഡിയായിട്ട് വേഗം ഇറങ്ങി. അങ്ങനെ പോകുന്ന വഴിക്ക് ഭയങ്കരമായിട്ട് ഇരുന്നിരുന്ന് മതിയായപ്പോൾ പിന്നെ അത് മാത്രമല്ല ഇടയ്ക്ക് ചെറുതായിട്ട് വണ്ടി ഒന്ന് നിന്നു. അപ്പം നമ്മൾ വേഗം അടുത്തുള്ളൊരു ചായക്കടയിൽ പോയിട്ട് നിർത്തിയിട്ട് അവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു, ചായയൊക്കെ കുടിച്ചിട്ട് അവർ ചാസ് കുടിച്ചു, ഞാൻ ചായ കുടിച്ചു കേട്ടോ. പിന്നെ കുറച്ചും ഇങ്ങനെ പോകുന്ന വഴിയിൽ നല്ലൊരു ശിവലിംഗം ഉള്ളൊരു അമ്പലം കണ്ടപ്പോൾ ഞാൻ ദൂരത്തുനിന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. ഞങ്ങളിതുവരെ പോയിട്ടില്ല അമ്പലത്തിൽ. നമുക്ക് അഹമ്മദാബാദ് നമ്മുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് ബറോഡയ്ക്ക് നമ്മുടെ അവിടുത്തെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് 160 കിലോമീറ്റർ സംതിങ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ 2 വീലറിലായതുകൊണ്ട് നല്ല വെയിലും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വെയിലെത്തുന്നതിന് മുന്നേ അവിടെ നമ്മൾ എത്തണം വിചാരിച്ചു, പക്ഷെ നടന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ രാവിലെ ഒന്നും കഴിക്കാതെ നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ വിശക്കണമെന്ന് പറഞ്ഞിട്ട് അവർ ബജ്ജി കഴിക്കാൻ നിന്നു കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് കുറച്ച് ചീത്തയൊക്കെ എനിക്ക് കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വല്ലവരുടെയും ചട്നിയിൽ കൊണ്ടുപോയിട്ട് അത് ആരോ ബാക്കി വെച്ചിട്ട് ചട്നിയിൽ കൊണ്ടുപോയിട്ട് മുക്കി തിന്നില്ല ഭാഗ്യത്തിന്. അപ്പോൾ ആൾ ചീത്ത വിളിച്ച് വേഗം നിർത്തിയിട്ട് കേട്ടോ. അങ്ങനെ ആ ഒരു പീസ് വേസ്റ്റായി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ട് കുറച്ച് ദൂരം ഫ്രണ്ടിൽ എത്തിയപ്പോഴല്ലോ വണ്ടി നന്നായിട്ട് പണി തന്നു നമുക്ക്. പെട്ടെന്ന് വണ്ടി നിന്നു. അതായത് അതിന് മുന്നേ ഓയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു എന്ന് ആൾ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ ചായ കുടിക്കാൻ നിർത്തുന്നതിന് മുന്നേ ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമ്മുടെ വണ്ടി നിന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പം ആ സമയത്ത് തന്നെ ആൾ പറയുണ്ടായിരുന്നു ഓയിൽ കഴിഞ്ഞു എന്നാണ് തോന്നണമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. പിന്നെ പെട്രോൾ പമ്പുകളിലൊക്കെ നോക്കുമ്പോൾ ഞങ്ങൾ ഓരോ പെട്രോൾ പമ്പിലും ഞാനും ആദ്യം പറയുണ്ടായിരുന്നു ചോദിച്ചു നോക്കാൻ പറഞ്ഞിട്ട്. പക്ഷെ ആൾ ഇവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് പോയിട്ട് അവസാനം മൊത്തത്തിൽ വണ്ടി സ്വയം നിന്ന അവസ്ഥയിലാണ് ആയത്. പക്ഷെ കറക്റ്റ് എന്തോ ഭാഗ്യത്തിന് നമ്മുടെ വണ്ടി നിന്നതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡ് പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നു. അത് ഭാഗ്യം എന്ന് പറയണോ അതോ ഭാഗ്യം അല്ല എന്ന് പറയണോ ഒന്നും എനിക്കറിയില്ല. നിങ്ങൾ തന്നെ തീരുമാനിക്കുക എന്താണെന്ന്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പെട്രോൾ പമ്പിൽ പോയിട്ട് ആൾ വണ്ടിയുടെ ഓയിലൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് അതൊഴിക്കാനുള്ള ഫുനലും പിന്നെ അത് ഊരാനുള്ള കട്ടിംഗ് പ്ലെയറും ഒക്കെ വാങ്ങിച്ചിട്ട് വന്നു അവിടുന്ന്. അതൊക്കെ കഴിഞ്ഞിട്ട് ആൾ ഓയിലൊക്കെ ഒഴിച്ച് കുറേ നേരം ചൂട് പോയി വേണ്ടി തണുക്കാൻ വേണ്ടിയൊക്കെ വെയിറ്റ് ചെയ്തു. എന്തൊക്കെ ചെയ്തിട്ടും ശരി വണ്ടി ഒരടി അനങ്ങുന്നുണ്ടായിരുന്നില്ല. കിക്കടിച്ചു, സെൽഫ് സ്റ്റാർട്ട് അടിച്ചു, എന്ത് ചെയ്തിട്ടും വണ്ടി അനങ്ങണില്ല. പിന്നെയാണ് നമുക്ക് മനസ്സിലായത് ഓയിൽ മൊത്തം ഡ്രൈ ആയ ശേഷം, അതായത് മൊത്തം ഓയിൽ കഴിഞ്ഞ് ഡ്രൈ ആയ ശേഷം എൻജിനകത്ത് സംഭവം ജാമായി, നമ്മുടെ കിക്കർ ജാമായ ശേഷമാണ് വണ്ടി നിന്നത്. നമുക്ക് ആദ്യം അത് അറിയില്ലായിരുന്നു. പിന്നെ നമ്മൾ വേഗം പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വേറെ ഒരു രക്ഷയില്ല നമുക്ക്. അപ്പോൾ വേഗം പോയിട്ട് അച്ചുവേട്ടൻ മെഡിക്കൽ സ്റ്റോർ എന്തൊക്കെയോ പറയുന്നു, എന്താ പറയുക, വേഗം പോയിട്ട് പെട്രോൾ പമ്പ് അപ്പുറത്ത് കണ്ടപ്പോൾ വേഗം പോയി ഓയിലൊക്കെ വാങ്ങിച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ആൾ വണ്ടി തള്ളിയിട്ട് പാവം വർക്ക്ഷോപ്പിലേക്ക് പോയിട്ട് അടുത്തുള്ളൊരു വർക്ക്ഷോപ്പിലേക്ക് ഒരു 2 കിലോമീറ്റർ ദൂരം. ഹലോ ഗൈസ്, ഞങ്ങൾ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ് ഗൈസ്. വണ്ടി പണി തന്നു ഗൈസ്, പോസ്റ്റ് അടിച്ചിരിക്കുകയാണ് ഗൈസ്. അതിനുള്ള ദേഷ്യത്തിലാണ് ആദ്യകൂട്ടൻ. കാര്യങ്ങൾ നമ്മൾ വഴിയെ പറഞ്ഞു തരുന്നതായിരിക്കും. അജുവേട്ടൻ വണ്ടി നേരെയാക്കാൻ പോയിട്ടേ ഉള്ളൂ, ഇതുവരെ ശരിയായിട്ടില്ല. നോക്കാം നമുക്ക് എത്ര നേരം നിൽക്കേണ്ടി വരുമെന്ന്. എന്റെ വണ്ടുപോയി, എന്റെ വീട്ടില്ല. നേരത്തെ പറഞ്ഞില്ലേ വഴി പറയാമെന്ന്, ഇനി പറയാനൊന്നും ഇല്ല കേട്ടോ. വഴിയെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ആൾ പോയിട്ട് 2 മണിക്കൂറിന് ശേഷം വന്ന് എന്താ പറയുക 2 കിലോമീറ്ററോളം പാവം തള്ളിക്കൊണ്ട് പോയിട്ട് വണ്ടി വെയിലത്ത്. അവർ പറഞ്ഞു അത് മിക്കവാറും സ്റ്റാർട്ടാവില്ല, എൻജിൻ ജാമായതാണ്, തുറക്കേണ്ടി എൻജിൻ സമയമെടുക്കും, അല്ല വെച്ചിട്ട് കൊണ്ടുവരും, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടേക്കാണോ പോകണം അവിടെ നിന്ന് വണ്ടി വിളിച്ചിട്ട് നിങ്ങൾ വണ്ടിയിൽ വെച്ച് കൊണ്ടുപോകേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറഞ്ഞു കേട്ടോ. അവസാനം ഒരു രക്ഷയില്ലാണ്ട് അവർ പിന്നെ ഞങ്ങൾ കുറേ റിക്വസ്റ്റ് ചെയ്തു. പിന്നെ തുറന്ന് നോക്കിയപ്പോൾ വലിയ തരക്കേടില്ലാണ്ട് എന്തോ ഞങ്ങളുടെ ഭാഗ്യത്തിന് അവർ കുറച്ച് ട്രൈ ചെയ്തപ്പോൾ എന്തായാലും 2 മണിക്കൂർ കൊണ്ട് നമുക്ക് ശരിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വണ്ടി തള്ളി ക്ഷീണവും എല്ലാം കൂടെ ആയിട്ട് നമ്മളൊരു കടയിൽ വരുന്ന വഴിയിൽ ചെറിയൊരു കടയിൽ കയറിയിട്ട് ആൾ ഇണ്ടാ പുലാവ് വാങ്ങിച്ചിട്ട്, അതായത് എഗ് പുലാവ് ആൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്.
എനിക്കെന്തോ അതിനോട് വലിയ താല്പര്യം തോന്നിയില്ല. അപ്പോൾ കഴിക്കാൻ ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല. ഒരു ആയി ടേസ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ ബ്രെഡും ഓംലെറ്റ് നമ്മുടെ ബന്നും ഓംലെറ്റും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അത് മതി. പഴയൊരു നൊസ്റ്റു കണ്ടോ. ഞങ്ങൾ ബറോഡയിൽ കല്യാണം കഴിഞ്ഞ് വന്ന സമയങ്ങളിലൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ വേറെ വലിയ ഹോട്ടലിൽ പോവുക അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വെളിയിലിറങ്ങുന്ന സമയങ്ങളിൽ ഇതൊക്കെയായിരുന്നു നമ്മുടെ നൊസ്റ്റു എന്ന് പറയുന്നത്. ഇത്തരം സംഭവങ്ങളൊക്കെ ആയിരുന്നു കഴിക്കാറുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു എന്തൊരു കാലഘട്ടമായിട്ട് എൻ്റെ മനസ്സിലൂടെ ഓടിയിട്ടുണ്ടായിരുന്ന ആ ഒരു ടൈമിൽ പിന്നെ ഫുഡ് വേണ്ട പറഞ്ഞാൽ ആദ്യം പിന്നെ അവസാനം അവൻ കഴിച്ചു. തികയേണ്ട വന്നു. ഒരു പ്ലേറ്റോട് വാങ്ങിച്ച് കഴിച്ചു ഞങ്ങൾ. അതൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ ബറോഡയ്ക്ക് വിട്ടു. അപ്പോൾ ഒരുപാട് സ്പീഡിൽ ഞങ്ങൾക്ക് പോകാനും പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എൻജിൻ ജാമായിട്ട് ശരിയായതുകൊണ്ട് തന്നെ സ്പീഡിൽ പോകാൻ പാടില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് വണ്ടി ചൂടാവുമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ജാമാവുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതേ പോകുന്ന വഴി നല്ല അടിപൊളി ഒരു ശിവൻ്റെ ഒരു മൂർത്തി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇവിടെ ഒന്നും നമ്മൾ കയറി ഇതുവരെ തൊഴുതിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ടെങ്കിലും ഇത് മുസ്ലിംസ് ഉള്ള ദർഗ എന്ന് പറയില്ല, അതാണ് കേട്ടോ സംഭവം. നമ്മൾ വീട്ടിൽ സർപ്രൈസ് ആയിട്ടാണ് പോയത്. അവർക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അവരുടെ റിയാക്ഷൻ എന്താണോ അത് കണ്ടുകൊണ്ട് ഈ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ വിഷുവിന് ഇവിടെ കൂടാനാണെന്നാണ് അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ബൈ, സീ യു.